ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഈ എഡിഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? നമ്മളുടെ ഈ കാണുന്ന ഒരു ഡയറി ഉണ്ടാക്കാനായിട്ട് പോകണം. നമ്മൾ സ്കൂളിലേക്കൊക്കെ നല്ല ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? കമോൺ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതേപോലുള്ളൊരു കുപ്പി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുപ്പിനെ ചില്ലിൻ്റെ കുപ്പി അതിനകത്തില്ല, ചില്ലിൻ്റെ കുപ്പി തന്നെ വേണമെന്നില്ല. പ്ലാസ്റ്റിക് ബോട്ടിൽസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പാത്രം മതി. പിന്നെ ഞാനിവിടെ ഒരു വാട്ടർ കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് സ്പോഞ്ചാണ്. സ്പോഞ്ചിന് പകരം നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ കൊടുക്കുക കേട്ടോ. സ്പോഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഈ ഒരു ബോട്ടിലേക്ക് കുറച്ച് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിൽ ഒരു വാട്ടർ കളറിൽ ഞാൻ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഞാനൊരു ലിക്വിഡ് ഫോമിലാക്കുകയാണ്. അങ്ങനെ ഞാൻ ആക്കി കുറച്ചിങ്ങനെ ഉറ്റിച്ച് കൊടുക്കുകയാണ് അതിലേക്ക്. അങ്ങനെ നമുക്കിതൊരു ബ്ലൂ കളറാക്കി എടുത്തിട്ട് വരാം. ആയിട്ട് ഞാൻ ഇതിലേക്ക് സ്പോഞ്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സ്പോഞ്ചിന് പകരം നിങ്ങൾക്ക് ടിഷ്യൂ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലോട്ട് ഇടാം. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. 1 hour later. ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ എന്തായി എന്നുള്ളത്. സമയമായി എന്നാണ് തോന്നുന്നത്. 1 hourൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു സ്കൈ ബ്ലൂ കളറായിട്ടുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്കൈ ബ്ലൂ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെയിലത്ത് ഉണങ്ങാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സൂര്യൻ്റെ മുന്നിലായിട്ട് തന്നെ കേട്ടോ ഇതിനെ കൊണ്ട് വെച്ചിരുന്നത്. വേഗം ഉണങ്ങി കിട്ടും, നല്ല ചൂടാണല്ലോ. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു ഗ്രീൻ കളർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിങ്ക് കളർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു നമ്മുടെ സ്പോഞ്ചിട്ടു അതേപോലെ തന്നെ ചെയ്തെടുത്തു. കുറേ സമയം എടുക്കും കേട്ടോ ഇത് ചെയ്ത് കഴിയാനായിട്ട്. വീണ്ടും ഞാൻ ഗ്രീൻ ചെയ്തെടുത്തു. അതും എല്ലാം ലൈറ്റ് കളറായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. വാട്ടർ കളർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആരും ഫാബ്രിക് പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യണ്ട. സ്കെച്ചിൻ്റെ ഉള്ളത്തെ ആ ഒരു മഷിയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതും അതിൻ്റെ അടുത്തായിട്ട് അതിന് വെച്ചിട്ട് സൂര്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ചെയ്ത് കഴിയാം. അടുത്തായിട്ട് ഞാൻ യെല്ലോ ഉണ്ടാക്കി അതിലോട്ട് വീണ്ടും ഇട്ടു. നമ്മൾ പിഴിഞ്ഞെടുത്തു. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കിട്ടി കേട്ടോ. ഇനി നമുക്ക് ഇതും ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു ബ്രഷ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സ്പോഞ്ച് റെഡി ആക്കി കിട്ടാനാണ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കുറേ നല്ല വലിയ സ്പോഞ്ചായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. നമുക്ക് കുറേ ശ്രമങ്ങൾ നടത്തി ഇതൊന്ന് റെഡിയാക്കി വരാം. അപ്പം നമുക്ക് ഇസ്തിരിയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ കമോൺ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ റെഡിയാക്കി വരുന്നത്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ സമയമായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വന്നു. അപ്പോൾ ഞാൻ ഫെവിക്കോളാണ് ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ കൊണ്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം. ഞാൻ 3 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പം 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. ഇനി അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു A4 സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ 2 ഐസ് കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെറിയൊരു യൂണിക്കോണി, ഒരു മൂക്കും വായൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വരച്ചു കൊടുത്തു കേട്ടോ. ഞാൻ ശരിക്കും യൂണിക്കോൺ വരയ്ക്കണമെന്നായിരുന്നു വിചാരിച്ചത്. ഈ റെയിൻബോ ഒക്കെ അതിന് വേണ്ടി ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ ഞാൻ ഒരു കാല് വരച്ചു കൊടുത്തിട്ടുണ്ട്. പെന്നോണ്ട് ലൈനൊക്കെ ഇട്ടിട്ടാട്ടോ ഞാൻ കാല് വരച്ചെടുത്തത്. പിന്നെ ഞാൻ നടുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബ്ലാക്ക് ഉള്ളിൽ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ യൂണിക്കോണിൻ്റെ ഒരു കൊമ്പ് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഉണ്ടാവും നോക്കി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കിടക്കട്ടെ വിചാരിച്ചു. പിന്നെ ഞാൻ ഇവിടെ 2 ഭാഗത്ത് ബ്ലഷ് ഇട്ട പോലെ ഒരു പിങ്ക് കളർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയും പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം പുതിയ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനലാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ബൈ ഫ്രം നിയ. ഇനിയും ഇതേപോലത്തെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം നിങ്ങൾ പറയുന്ന കമൻറ്റുകളിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈ.